തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവിധ സേവനങ്ങൾക്കും നികുതി അടയ്ക്കുന്നതിനും ഹരിതകർമ്മ സേനയുടെ യൂസർ ഫീ റെസീറ്റ് നിർബന്ധമാക്കിയതോടെ ഈ തുക എന്തിനാണ് നൽകുന്നത് എന്നതിനെക്കുറിച്ച് പലരിലും സംശയങ്ങളുണ്ട്. പൊതുജനങ്ങൾ നൽകുന്ന ഈ തുക ഒരു പിഴയല്ല, മറിച്ച് മാലിന്യ സംസ്കരണ സംവിധാനം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു സേവന വേതനം, സർവീസ് ചാർജ് മാത്രമാണ്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സർക്കാർ നേരിട്ട് ശമ്പളം നൽകുന്നില്ല. അതിനാൽ മാലിന്യം ശേഖരിക്കുന്ന വാഹനങ്ങളുടെ ഇന്ധന ചെലവ്, ചാക്കുകൾ, അതോടൊപ്പം തന്നെ ഗ്ലൗസ്, മാസ്ക്, യൂണിഫോം തുടങ്ങിയ സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവയ്ക്കുള്ള തുകയും തൊഴിലാളികളുടെ ജീവനാംശവും കണ്ടെത്തുന്നത് പൊതുജനങ്ങൾ നൽകുന്ന ഈ യൂസർ ഫീസിൽ നിന്നാണ്. ഫീസ് നിരക്കുകൾ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിശ്ചയിക്കുന്നത്. സാധാരണയായിട്ട് പഞ്ചായത്തുകളിൽ പ്രതിമാസം 50 രൂപയും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും 70 മുതൽ 100 രൂപ വരെയുമാണ് ഈടാക്കുന്നത്. സേനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ട് പലയിടങ്ങളിലും ഇപ്പോൾ GPS ട്രാക്കിങ്ങും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ റെസീറ്റും നിലവിൽ വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ തുക നൽകിയ ശേഷം റെസീറ്റുകൾ കൃത്യമായി സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾ പ്രകാരം മാലിന്യങ്ങൾ ഉറവിടത്തിൽ വെച്ച് തന്നെ തരം തിരിച്ച് നൽകേണ്ടത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമാണ്. പ്ലാസ്റ്റിക് കവറുകൾ, അതോടൊപ്പം തന്നെ മിനറൽ വാട്ടർ കുപ്പികൾ, പാൽ കവറുകൾ, അതുപോലെ തന്നെ ഷാമ്പൂ, ഡിറ്റർജൻറ്റ് കുപ്പികൾ, കാർഡ്ബോർഡുകൾ, ഗ്ലാസ് കുപ്പികൾ, അലൂമിനിയം ലോഹ വസ്തുക്കൾ തുടങ്ങിയ അജൈവ മാലിന്യങ്ങളാണ് ഹരിതകർമ്മസേന ശേഖരിക്കുന്നത്. ഇവ കഴുകി ഉണക്കിയ ശേഷം മാത്രമേ കൈമാറാവൂ. കൂടാതെ ബ്ലേഡ്, സൂചി, പൊട്ടിയ ഗ്ലാസ് കഷ്ണങ്ങൾ തുടങ്ങിയവ സേനാംഗങ്ങൾക്ക് അപകടമുണ്ടാക്കാത്ത രീതിയിൽ പ്രത്യേകം പൊതിഞ്ഞു വേണം നൽകാനായിട്ട്. എന്നാൽ ഭക്ഷണ പദാർത്ഥങ്ങൾ, മീൻ, ഇറച്ചി, പച്ചക്കറി അവശിഷ്ടങ്ങൾ തുടങ്ങിയ ജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേന ശേഖരിക്കില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇവ കമ്പോസ്റ്റ് യൂണിറ്റുകളോ ബയോഗ്യാസ് പ്ലാന്റുകളോ ഉപയോഗിച്ച് ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം വീടുകളിൽ തന്നെ സംസ്കരിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം. സേന ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ പിന്നീട് തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി MCF കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നതും പ്ലാസ്റ്റിക് കത്തിക്കുന്നതും കടുത്ത ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാണെന്ന കാര്യവും ഓർക്കുക. എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.